ഏറ്റവും പ്രിയമുള്ളവരെ, വളരെ ദീപ്തവും എന്നാൽ വേദനിപ്പിക്കുന്നതുമായ ചില നിമിഷങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും കടന്നു പോകുന്നത്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായ ഒരു അനുഭവം പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വളരെ ചുരുക്കത്തിൽ ഒരു 15 വയസ്സുള്ളപ്പോഴാണ് നിൻ്റെ ഓർമ്മയ്ക്ക് എന്ന് പറയുന്നൊരു കഥ വായിക്കുന്നത്. ആ കഥ വായിച്ച് ഞാൻ ഞങ്ങളുടെ തെക്കേ അറ്റത്തുള്ള ഒരാളാണല്ലോ ഞങ്ങളെല്ലാവരും. മാഷോട് പറഞ്ഞു, എനിക്ക് MT എന്ന ആളെ ഒന്ന് കാണണം. മാഷ ഒന്നുകൂടെ ചോദിച്ചു, ആരെ കാണണം? MT എന്ന ആളെ ഒന്ന് കാണണം. അപ്പോൾ മാഷ് പറഞ്ഞു, നടക്കാത്ത കാര്യം. വാസ്തവത്തിൽ ആ കാലത്ത് വിദ്യാഭ്യാസത്തിൽ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന എന്നെപ്പോലൊരു പെൺകുട്ടിക്ക് നടക്കാത്ത കാര്യമായിരുന്നു MT. പിന്നീട് എത്രയോ അതും നടക്കുന്ന കാര്യങ്ങളിലേക്ക് കാര്യങ്ങൾ മാറി എന്നതും സത്യം. വൈക്കം മുഹമ്മദ് ബഷീറിനെ കുറിച്ച് MT പറഞ്ഞിട്ടുള്ള ശരിയായ നിരീക്ഷണങ്ങൾ അദ്ദേഹത്തിന് ചേരും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. കാറ്റും വെളിച്ചവും കടക്കാത്ത ആ മുറികളെ, ആ നാലുകെട്ടിനെ ഇടിച്ചു തെറിപ്പിച്ച് നമ്മൾ ചെറിയ മുറികളുള്ള കാറ്റും വെളിച്ചവും കിടക്കുന്ന വീടുകൾ പണിതു എന്നതും ശരി. പക്ഷേ MT ബാക്കി പോയ ഒരു കാര്യം, ആ വീടിനുള്ളിൽ ഇനിയുമുണ്ട് തുറക്കാത്ത കാറ്റും വെളിച്ചവും കടക്കാത്ത മുറികൾ. അത് തകർന്നേ തീരും. ആ ഒരു ഓർമ്മപ്പെടുത്തലാണ് വാസ്തവത്തിൽ അദ്ദേഹത്തിൻ്റെതായി നിലനിൽക്കുന്നത് എന്ന് ഞാൻ വിചാരിക്കുന്നു. മറ്റൊരു കാര്യം, തൻ്റെടി, തന്നിഷ്ടം, തോന്നിയാസി, ഈ വാക്കുകൾക്കൊക്കെ മലയാളത്തിൽ വന്നു പോയിട്ടുള്ള അർത്ഥഭേദങ്ങളാണ്. ഒരുപക്ഷെ അത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് MTയെ തന്നെയാണ്. അതുകൊണ്ട് ഒരു ഓർമ്മപ്പെടുത്തൽ വലിയ ഉത്തരവാദിത്വത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളത് അതും പ്രധാനപ്പെട്ടൊരു കാര്യം. സംസ്കാരത്തെക്കുറിച്ച് എത്ര വിഭിന്നമായൊരു നിലപാടും കാഴ്ചപ്പാടുമാണ് അദ്ദേഹത്തിനുണ്ടായിരുന്നത്. ഒട്ടേറെ പുസ്തകങ്ങൾ, പ്രഭാഷണങ്ങൾ, ഇതൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളൊക്കെ മനസ്സിൽ പറഞ്ഞു വെച്ചിട്ടുള്ള സംസ്കാരത്തെക്കുറിച്ചുള്ള നിർവചനങ്ങളൊന്നുമല്ല കടന്നു വരുന്നത്. അതെന്താണ് എന്ന് അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളിലൂടെ, ജീവിതത്തിലൂടെ ഒക്കെ നമുക്ക് പറഞ്ഞു തന്നു, പ്രത്യേകിച്ചും നിലപാടുകളിലൂടെ. ആ നിലപാട് എന്ന വാക്കിന് വളരെ വലിയ അർത്ഥം MTയുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പിന്നൊരു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു നിരീക്ഷണമായി തോന്നുന്നത്, നിർമാല്യം പോലൊരു സിനിമ എടുക്കാമോ എന്ന് നമ്മൾ ചോദിക്കുന്നു. തീർച്ചയായിട്ടും എടുക്കാം. ബെനിറ്റോ മുസോളിനി എന്ന് പറയുന്ന ഫാഷിസ്റ്റ് കൊല്ലപ്പെട്ട് കിടന്നപ്പോൾ അതുവഴി പോയ ജനങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്ക് തുപ്പി. എല്ലാ മനുഷ്യരും അങ്ങനെയാണ് കടന്നുപോയെന്ന് ചരിത്രം പറയും. ഏകാധിപതികളുടെ മുഖത്തേക്ക് ചോദ്യങ്ങളുടെ തുപ്പൽ തെറിപ്പിക്കാനുള്ള ഒരധികാരം ഈ എഴുത്തുകാരൻ ഇവിടെ ബാക്കി വെച്ചിരിക്കുന്നു. അതുതന്നെയാണ്. ഒരുപക്ഷെ നിർമാല്യം ഒരു ഭഗവതിയുടെയും പേരിൽ നമുക്കിനി എടുക്കാനാവില്ല. പക്ഷെ ഒരു ഏകാധിപതിയുടെ മുഖത്തേക്ക് ചോദ്യങ്ങളുടെ തുപ്പൽ തെറിപ്പിക്കാനുള്ള അവകാശം MT എന്ന എഴുത്തുകാരൻ നമുക്ക് ബാക്കി തന്നിരിക്കുന്നു എന്നുള്ളതാണ്. 2ാം ഊഴം വായിച്ച് കരയാത്ത അല്ലെങ്കിൽ കണ്ണ് നനയാത്ത ഒരാളുമില്ല. അത് ആ 2ാം ഊഴം എഴുതാനുണ്ടായ കാര്യത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. ഒരുപക്ഷെ അത് ആ നോവൽ വായിക്കുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഉള്ളിലേക്ക് പോകുന്നത്. കൃതികളുടെ വിശകലനത്തിൻ്റെ സമയമല്ല എന്നറിയാം. പക്ഷേ എഴുത്തുകാരനെ എങ്ങനെയാണ് നമ്മൾ മറ്റൊരു രീതിയിൽ അടയാളപ്പെടുത്തുന്നത്? എൻ്റെ ഭാഷ ഞാൻ തന്നെയാണെന്ന് പറയുന്നു. അവിടെ ഉണ്ടാകുന്ന തുറവിയും വിച്ഛേദവുമാണ് ഇന്നും നാളെയും ഇന്നലെയും ഈ എഴുത്തുകാരനെ നമ്മളോടൊപ്പം സഞ്ചരിക്കാൻ നമ്മെ പ്രാപ്തമാക്കുന്നത്. അതുകൊണ്ട് MT ബാക്കിയാക്കി വെച്ച ഓർമ്മകളല്ല, നമുക്ക് ജീവിക്കാൻ നൽകിയ അവസരങ്ങളെ എങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളത് അത് മഞ്ഞു പറഞ്ഞു തരും, അത് അദ്ദേഹത്തിൻ്റെ സിനിമകൾ പറഞ്ഞു തരും, അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ, എഴുത്തുകൾ, നോവലുകൾ എല്ലാം നമ്മൾ പറഞ്ഞു തരും. ഏറ്റവും ഉപരിയായി കാലം അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മോട് സംവദിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹത്തിൻ്റെ ദീപ്തമായ സ്മരണകൾക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.